പരിപ്പ് മുരിങ്ങക്കായില്ലേ, ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കൂ. വളരെ രുചികരമായൊരു കറിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ വെറൈറ്റി രുചിയിൽ ഒരു ചിക്കൻ വരട്ടിയതും തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ആദ്യം പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഇതാ 1/2 കപ്പ് പരിപ്പ് കുക്കറിലേക്ക് കഴുകിയിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഇതാ ഒരു സവോള ഇത് 4 കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 5 പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 3 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇവയൊക്കെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിൽ വരുമ്പോഴേക്കും പരിപ്പ് വെന്ത് കിട്ടും കേട്ടോ. നല്ല തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങക്കായ കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 തക്കാളിയും കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ മുരിങ്ങക്കായും തക്കാളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. ഒരു 2-3-4 കുരു പുളി എടുത്താൽ മതി കേട്ടോ. ഒരു 3 കുരു 4 കുരു പുളിയൊക്കെ എടുത്താൽ മതി. വാളം പുളിയാണ്. തോന ആവരുത്, അധികമായി പോവരുത്. ചെറിയൊരു നെല്ലിക്കട വലുപ്പത്തിലൊക്കെ എടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ പുളി ഒഴിച്ച് നല്ലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ആ പുളിയുടെ ആ പച്ചച്ചുവയ്ക്ക് ഒന്ന് മാറി തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങ അരച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല തിളപ്പിച്ചെടുക്കരുത്. ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് വറവിടണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക്, 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് പൊട്ടി വന്നതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പരിപ്പും മുരിങ്ങക്കായ കറി നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ എത്ര ചോറ് വേണേലും കഴിക്കും. ഇനി നമുക്ക് ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. കുക്കർ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതൊക്കെയാണ് കേട്ടോ. ഇതിട്ടിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് ഇതാ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. 2 തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 സവോള ചെറുതായി അരിഞ്ഞതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്നിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ.
ഇനിയിപ്പോൾ ഇതിലേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. കാണുന്നവരെല്ലാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കാണുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ മസാലയിൽ എണ്ണയിൽ ആ മസാലയൊക്കെ വഴറ്റിയതുകൊണ്ട് നല്ലൊരു ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് മല്ലിയിലയാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ചപ്പാത്തി, പൊറോട്ട, വീടൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ വരട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.